ഇനി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഫണ്ട് 2021 സമ്മേളനത്തിന് തൊട്ട് മുമ്പാണ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത്, ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത്. കെട്ടിട നിർമ്മാണ കണക്ക് അവതരിപ്പിച്ചപ്പോൾ അതിൽ സഹകരണ ജീവനക്കാരിൽ നിന്ന് പിരിച്ച ഫണ്ടില്ല, ഒരു രൂപ പോലുമില്ല. ആ ഫണ്ട് കൊടുത്ത ഒട്ടേറെ സഖാക്കൾ ആ കമ്മിറ്റിയിലുണ്ട്. അവരത് ഉന്നയിച്ചു. അതിൽ 70 രൂപ വരവ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ ആ കമ്മിറ്റി ആ കണക്ക് അംഗീകരിച്ച് ആ 2021 സമ്മേളനത്തിൽ അവതരിപ്പിക്കുമായിരുന്നല്ലോ. പിന്നീട് 2024 സമ്മേളനത്തിലല്ലേ ഈ കണക്ക് അവതരിപ്പിക്കുന്നത്. എന്തേ 2021 സമ്മേളനത്തിൽ ആ കണക്ക് അവതരിപ്പിക്കാതിരുന്നത്? ഈ 70 ലക്ഷം ഇല്ലാത്തത് കൊണ്ടാണ്. അതവിടെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അത് കണക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കണക്ക് മാറ്റിവെച്ചു. രണ്ടാമത് അടുത്ത കമ്മിറ്റിയിൽ, അത് സമ്മേളനത്തിന് ശേഷമാണ്, കണക്ക് അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച കണക്കിൽ സഹകരണ ജീവനക്കാരിൽ നിന്ന് 64 ലക്ഷത്തിൽ ചില്ലറ സംഭാവന ലഭിച്ചതായി ഉൾപ്പെടുത്തി. ഞാൻ പറഞ്ഞു 64 ലക്ഷത്തിൽ ചില്ലറയല്ല, 70 ലക്ഷമുണ്ട്. 70.5 ലക്ഷത്തോളം വരും. അപ്പോൾ തർക്കമായി. അക്കൗണ്ടിൽ ഇത്രയേ ഉള്ളൂ. ഈ അക്കൗണ്ടിലുള്ളത് നേരത്തെ ഇല്ലേ? ഒന്നാം വട്ട കണക്ക് അവതരിപ്പിക്കുമ്പോൾ തന്നെ അക്കൗണ്ടിൽ ഈ പണം ഉണ്ടല്ലോ, വന്നിരുന്നല്ലോ. പണം അവിടെ ഇല്ല, അത് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2021 സമ്മേളനത്തിന് മുമ്പ് കമ്മിറ്റിയിൽ കണക്ക് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഈ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെന്താ വരാതിരുന്നത്? അപ്പോൾ എന്താ വിഷയം? 2 ബാങ്കിൽ നിന്ന് പിരിച്ച പണം അക്കൗണ്ടിലില്ല. ബാങ്കിൻ്റെ പേര് തന്നെ പറയാം. ഒന്ന് കുന്നരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പിരിച്ച ഫണ്ട്, 2 പെരളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പിരിച്ച ഫണ്ട്. ഇത് രണ്ടും അക്കൗണ്ടിൽ അടച്ചിട്ടില്ല. അന്ന് ഏരിയ സെക്രട്ടറി ടി.ഐ. മധുസൂദനാണ്. ടി.ഐ. മധുസൂദൻ്റെ പേര് കുറേ തവണ രാജേഷ് പറഞ്ഞുവല്ലോ. ഈ ഫണ്ട് വാങ്ങിയെടുക്കാൻ ഉത്തരവാദിത്വം ഏരിയ സെക്രട്ടറിക്കാണ്. ഇത് ലഭിക്കുന്നില്ലെങ്കിൽ ഈ 2 സ്ഥാപനത്തിൽ നിന്ന് ഫണ്ട് ലഭിച്ചില്ല എന്ന് ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞ് ആ ഫണ്ട് വാങ്ങാൻ ആളുകളെ ചുമതലപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും ഏരിയ സെക്രട്ടറിക്കാണ്. ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റിയിൽ ഈ 2 സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് വന്നിട്ടില്ല എന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഈ 2 സ്ഥാപനം കേഷായി കൊടുത്തിട്ടുണ്ടാകും. കേഷായി കൊടുക്കുന്നത് ഏരിയ സെക്രട്ടറിയുടെ കയ്യിലാണ്. അന്ന് ഏരിയ സെക്രട്ടറി ടി.ഐ. മധുസൂദനാണ്. ആ പണം അക്കൗണ്ടിൽ അടച്ചിട്ടില്ല. അക്കൗണ്ടിൽ അടച്ചില്ല എന്നുള്ളത് കൊണ്ട് വരവിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തേ കിട്ടാതിരുന്നത്, എന്തേ അക്കൗണ്ടിൽ അടക്കാതിരുന്നത് എന്നത് ഏരിയ സെക്രട്ടറി വിശദീകരിക്കേണ്ട കാര്യമാണ്. അന്നത്തെ ഏരിയ സെക്രട്ടറി അത് ടി.ഐ. മധുസൂദനാണ്. അപ്പോൾ രണ്ടാമത് അവതരിപ്പിച്ച കണക്കിൽ 64 ലക്ഷം രൂപ സഹകരണ ജീവനക്കാരുടെ ഫണ്ട് ഇനത്തിൽ വരവ് കാണിച്ചിട്ടുണ്ട്. വിചിത്രമായ ഒരു കാര്യം, ആദ്യം അവതരിപ്പിച്ച കണക്കിൽ നിന്ന് വ്യത്യസ്തമായി വരവ് കൂടിയപ്പോൾ ചെലവും കൂടി. അങ്ങനെ എവിടെയെങ്കിലും നടക്കുമോ? വരവ് കൂടുമ്പോൾ ചെലവ് കൂടും. യഥാർത്ഥത്തിൽ ചെലവായ സംഖ്യയല്ലേ ആദ്യത്തെ കണക്കിൽ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ കണക്കിൽ അവതരിപ്പിച്ചത് മാത്രമല്ല, 2017 ഏരിയ സമ്മേളനത്തിൽ അവതരിപ്പിച്ച കണക്കിൽ 2,39,40,000 രൂപ 30,000 രൂപ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് സമ്മേളന റിപ്പോർട്ടിൽ അച്ചടിച്ച് പ്രതിനിധികളുടെ കയ്യിൽ കൊടുത്ത കണക്കാണ്. ആദ്യ കണക്കിലും അതേ സംഖ്യയാണ് ചെലവ്. രണ്ടാമത്തെ കണക്ക് വന്നപ്പോൾ അത് 2,40,00,000. 70,000 കൂടി. എങ്ങനെ 70,000 കൂടുതൽ? സംഖ്യ എത്ര എന്നുള്ളതല്ല, സമ്മേളന റിപ്പോർട്ടിലെ ചെലവ് അതേ ചെലവ് തന്നെയാണ് ഒന്നാം വട്ട കണക്ക് അവതരിപ്പിക്കുമ്പോൾ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. പക്ഷേ രണ്ടാം വട്ട കണക്ക് ഈ വരവ് കൂടിയപ്പോൾ ഈ 2,39,30 എന്ന് പറയുന്നത് 2,40,000 2,40,00,000 70,000 റുപ്യ
അവിടെ കൂട്ടി. ചെലവിൽ പല ഇനങ്ങളും പുതുതായി കൂട്ടിച്ചേർത്തു.